പല കണക്കുകൾ പറയുന്നുണ്ട്, 30, 35 എന്നൊക്കെ പറയുന്നു. ഒരാൾ 30 എന്ന് പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു കഞ്ഞി 35 പേർക്കാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അതിപ്പോൾ ആർക്കും വ്യക്തതയില്ല എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ. കേട്ടില്ല. അതൊന്നും ഞാൻ ആ ഘട്ടത്തിൽ അവരൊക്കെ വളരെ ഷോക്കിലാണ് സംസാരിക്കാനൊരു. ഇപ്പം ഞാൻ സൈറ്റിലേക്ക് പോകുന്നു, അവിടെ എല്ലാവരും മന്ത്രിമാർ, റവന്യൂ മന്ത്രിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർമാർ വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും നടത്തിയിട്ടുള്ളത് വളരെ മികവുറ്റ പ്രവർത്തനമാണ്. അവരുടെ സേവനത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. ഇന്ന് 10 മണിക്ക് സ്പെഷ്യൽ ക്യാബിനറ്റ് വെച്ചിട്ടുണ്ട്, രാവിലെ 10 മണിക്ക്. ബാക്കി കാര്യങ്ങൾ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കലാണല്ലോ അതിൻ്റെ സാധാരണ നടപടിക്രമം. അങ്ങനെയാണ്. അതനുസരിച്ച് ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചാണല്ലോ പ്രത്യേക മന്ത്രിസഭാ യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളെല്ലാം ഇവിടെ എത്തിയത്. മുഖ്യമന്ത്രി തൃശ്ശൂരിൽ എത്തണം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയതാണ്. ഒരാളാണോ വെന്റിലേറ്ററിലുള്ളത്? ഇപ്പൊ അങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞത്.